ഹലോ ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ ലണ്ടൻ പെരുന്നാൾ വിശേഷങ്ങളുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. തലേന്ന് തന്നെ നമുക്ക് പാത്തമാണ് മെഹന്തി ഒക്കെ ഇട്ടിരുന്നത്. രാവിലെ നല്ല വെള്ളപ്പവും പൂരിയും ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ആയിട്ട് പെരുന്നാൾ രാവ് തന്നെ കളറായിട്ടു. ആൻഡ് അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി റെഡിയായി നമ്മൾ നേരെ പോകുന്നത് സെൻട്രൽ ലണ്ടനിലേക്കാണ്. അതായത് പെരുന്നാൾ നമസ്കാരം കൂടാൻ വേണ്ടി സെൻട്രൽ മോസ്കിലേക്കാണ് കേട്ടോ പോകുന്നത്. UK വന്നിട്ട് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ പെരുന്നാൾ നമസ്കാരം കൂടാൻ വേണ്ടി സെൻട്രൽ മോസ്കിലേക്ക് പോകുന്നത്. സാലും ഉണ്ടായിരുന്നില്ല, സാല് ദുബായിലായിരുന്നു, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ എടുത്ത് നേരെ അങ്ങോട്ടെത്തി. പോകുന്ന വഴിക്ക് ഇത് ഷെർലോക്ക് ഹോംസ് ഒക്കെ കാണാൻ വെച്ചിട്ടോ. ഞാൻ ഈ ഏരിയയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഷെഫിക്ക് 1-2 വട്ടം ജുമാ നമസ്കരിക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര റഷായിരുന്നു, പക്ഷെ ഒരു പെരുന്നാൾ വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. കുറെ ആൾക്കാരൊക്കെ കണ്ടിട്ട് അങ്ങനെ എന്തായാലും ഉള്ളിൽ പോയി പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു. ഈ പള്ളിയിൽ 3 ടൈമിലായിട്ട് പെരുന്നാൾ നമസ്കാരങ്ങളുണ്ട്. നമ്മൾ ലാസ്റ്റ് ടൈമിലായിട്ട് എത്തിയത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് അവരുടെ ജുമാ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ. അതിന്റെ അടുത്തായിട്ട് ഇതുപോലെ മെഹന്തി ഇട്ട് കൊടുക്കുന്ന പരിപാടിയും പിന്നെ ചെറിയ ചെറിയ സ്റ്റോളുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് പിന്നെ റീജൻസ് പാർക്കിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ മറ്റാളുടെ പെരുന്നാൾ ഗന്തൂരൊക്കെ മാറ്റി പെരുന്നാൾ ഔട്ട്ഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പെരുന്നാൾ ഔട്ട്ഫിറ്റ്. എന്തോ എനിക്ക് ഈ ഫോട്ടോസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഞാൻ ഭയങ്കര ചബിയായ പോലെ ഒരു ഫീൽ ഉണ്ട്. ഇപ്പൊ തന്നെ മെയിൻ കൺസേൺ ആണ് പ്രഗ്നൻസി ടൈമിൽ എന്ത് ഔട്ട്ഫിറ്റ് ഇട്ടാലും ചേരാത്തൊരു ഫീൽ കേട്ടോ. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം പെരുന്നാളിന്റെ ഫുഡ് പുറത്തുനിന്നാക്കാൻ കരുതി ഫ്രീജസ് വാലിയിൽ പോയിട്ട് നല്ല കുവൈത്തി മന്തി കഴിക്കാൻ കരുതിയിട്ടാണ് പോയത്. മന്തി ബിരിയാണി അങ്ങനെ പല ഐറ്റംസ് ഓർഡർ ചെയ്തു. അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടുത്തെ ടീയും കുടിച്ച് ഞങ്ങൾ നേരെ റോൾസ് മോളിലേക്കാണ് പോയത്. അവിടെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. അത് ഒരുപാട് സെലിബ്രിറ്റീസ് വന്നു പോകുന്ന മോളാണെന്ന് കേട്ടപ്പോൾ പിന്നെ നമ്മൾ പോകാതിരുന്നതിന് മോശമല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ പോയി. കാര്യമായിട്ടൊന്നും വാങ്ങാനുള്ള പ്ലാനിലൊന്നല്ല, ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാണും. എത്ര നടന്നിട്ടും തീരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാതെ നടക്കാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഞങ്ങൾ നേരെ ഇറങ്ങിയത് ഹാഫിസ് മുസ്തഫയിൽ കയറി ബക്കലാവ കഴിക്കാനായിരുന്നു. തുർക്കി പോയിട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഹാഫിസ് മുസ്തഫയിലെ ബക്കലാവ. അപ്പോൾ ആ മിസ് ചെയ്ത 4 ഐറ്റം ബക്കലാവയൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റിട്ടേൺ ആയിട്ട് പെരുന്നാൾ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ ഏകദേശം അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. ബൈ.